അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഫാൾട്ട് കറണ്ട് എക്സീഡ്സ് ഡാഷ് ആംപിയർ പ്ലേറ്റ് എർത്ത് ഇലക്ട്രോഡ് ഷാൽ ബി യൂസ്ഡ്. അപ്പോൾ എർത്തിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പല പരിപാടികളുണ്ട്. പ്ലേറ്റ് എർത്ത് റോഡ് എർത്ത്, അങ്ങനെ 3-4 ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പ്ലേറ്റ് എർത്ത് എവിടെ ഉപയോഗിക്കണമെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഈ കാണുന്നതാണ് പ്ലേറ്റ് എർത്തിങ്. അത് പലരും ചെയ്തിട്ടുണ്ടാവാം, ചെയ്യാത്തവരുണ്ട്. ചെറിയ ചെറിയ വർക്കുകളിലൊന്നും ഇത് ആവശ്യം വരുന്നില്ല. അത്യാവശ്യം വലിയ പ്രോജക്റ്റുകളിലാണ് നമുക്കിത് ആവശ്യം വരുന്നത്. അപ്പോൾ ഇതിലൊരു പ്ലേറ്റ് ഉണ്ടാവും, നമ്മുടെ പൈപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ഒരു 3 മീറ്റർ മുകളിലുള്ളൊരു കുഴിയിൽ നമ്മൾ വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു എർത്തിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ നമുക്ക് പോവാം. അപ്പോൾ ഇത് ഇൻസ്പെക്ടർ ഡയറിയിലെ എർത്തിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് വിശദമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരാൻ പോകുന്ന 2-3 ചോദ്യങ്ങളുടെ ഉത്തരം ഇതിൽ നിന്ന് തന്നെ കിട്ടും. എർത്തിങ് സ്റ്റാൻഡേർഡ് ഷാൽ കൺഫോം ടു IS 3043/2018 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അത് ഞാൻ വേറെ വീഡിയോയിലും കാണിച്ചിരുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 3043 പറയുന്നത്. അപ്പോൾ അത് എന്താണ് അതിൽ ചെയ്യേണ്ടതെന്നുള്ളത് അതിന് ഞാൻ എർത്തിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ സെപ്പറേറ്റ് എർത്തിങ്ങിൻ്റെ കൂടുതൽ വിശദമായിട്ട് ചെയ്യാം. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈ 12ാമത്തെ പോയിൻ്റ് ഒന്ന് തൽക്കാലം നോക്കുക. ഇഫ് ഫാൾട്ട് കറണ്ട് എക്സീഡ്സ് 6K, അതായത് 6000 ആംപിയർ കൂടുതൽ ഫാൾട്ട് കറണ്ട് വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൽ നമ്മൾ പ്ലേറ്റ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ റോഡ് എർത്തിങ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരമായാലോ ഓപ്ഷൻ ഡിയിലാണ് 6000 6K, അതായത് 6000 ആംപിയർ കൂടുതൽ ഫോൾട്ട് വരുന്ന ഇത്. അതിനൊരു കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോയിൽ അത് ഒതുക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് എർത്ത് ഇലക്ട്രോഡ് ഷാൽ ബി മിനിമം ഡാഷ് മീറ്റർ. അതായത് നമുക്ക് ഒരൊറ്റ എർത്ത് ബിറ്റ് കൊണ്ട് ഈ 6000 ആംപിയർ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു 3-4-5 എർത്ത് ബിറ്റോ 10-12 എർത്ത് ബിറ്റൊക്കെ ചില സ്ഥലങ്ങളിൽ വേണ്ടി വരും, അതിൽ കൂടുതലും വേണ്ടി വരും. അപ്പോൾ അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്, അതിൻ്റെയൊക്കെ വിശദമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് വീഡിയോ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ എർത്ത് ബിറ്റ് ചെയ്യുമ്പോൾ 2 എർത്ത് ബിറ്റുകൾ തമ്മിൽ ഒരു ഇത്ര ദൂരം വേണമെന്നുണ്ട്. അപ്പോൾ അത് എത്രയാണ് മിനിമം വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ് എർത്ത് ഇലക്ട്രോഡ് ഷാൽ ബി മിനിമം 8 മീറ്റർ. മിനിമം 8 മീറ്റർ ഗ്യാപ്പ് വേണം വയ്ക്കാൻ എന്നുള്ള കേസാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അതുകൂടാതെ ഇവിടെ എർത്ത് ഇലക്ട്രോഡും അടുത്തുള്ള സിവിൽ സ്ട്രക്ചർ തമ്മിൽ 1.5 മീറ്റർ ഗ്യാപ്പ് വേണമെന്നും കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. തൽക്കാലം ഇത് മനസ്സിലാക്കുക. ഈ വീഡിയോയിലേക്ക് ഞാൻ കൂടുതൽ ആഡ് ഓൺ ചെയ്യുന്നില്ല. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം ഞാൻ തരുള്ളൂ. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് അത് വന്നേക്കുന്നത്. IS 3043 സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം അടുത്ത ചോദ്യം, എർത്തിങ് ഷാൽ ബി കൺഫേം ടു. അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടല്ലോ IS 3043 പ്രകാരമാണ് എന്നുള്ള കേസ് നമ്മൾ ഇതിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്. IS 732 725 ഞാൻ ഓൾറെഡി വേറെ ഇതേപോലത്തെ ഒരു ചോദ്യം വന്നപ്പോൾ അതിൽ പറഞ്ഞിരുന്നു. IS 4648 എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ ഇലക്ട്രിക്കൽ ലേഔട്ടിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലോയാണ്, റൂൾസാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ ഇഷ്ടം പോലെ പേജും കുറേ പോയിൻറ്സും ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഓർത്ത് വയ്ക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള റൂളുണ്ട്. അപ്പോൾ അതിൽ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മളെപ്പോഴും വായിച്ചു നോക്കി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ എന്തായാലും അതിനും ഈ പറഞ്ഞ IS സ്പെസിഫിക്കേഷൻസിൻ്റെ വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്യണം. അപ്പോൾ അതിൽ കൂടുതൽ അത് കവർ ചെയ്യും. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ചോദ്യങ്ങളും തിരിച്ചും മറിച്ചൊക്കെ വരാമല്ലോ. അപ്പോൾ മെയിൻ IS സ്പെസിഫിക്കേഷൻസാണ് ഇവർ ഓപ്ഷനായിട്ട് തന്നേക്കുന്നത്. അതുകൊണ്ടാണ് അത് പഠിച്ചു വയ്ക്കേണ്ട ഇമ്പോർട്ടൻസ്. അടുത്തത് RCBOയിലെ O എന്താണെന്ന് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ RCBO ഇതാണ്. ഒന്നും കൂടി അത് എടുത്ത് കാണിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാറില്ല. RCCB പിന്നെ MCB ഒക്കെയാണ് രണ്ടും കൂടിയായിട്ട് ഉപയോഗിക്കുക. ഇതിൻ്റെ സ്ഥലം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും പരിപാടികളും ഉണ്ട്. RCCBയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എർത്ത് റിലേറ്റഡ് ആയിട്ട് ട്രിപ്പ് ആവാനും, മറ്റേ MCB ഓവർലോഡിന് ട്രിപ്പ് ആവാനാണെങ്കിൽ ഈ RCBO എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഗുണങ്ങളുള്ള ആളാണ്, സങ്കരേനമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. റെസിഡ്രിയൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ് RCCB. അപ്പോൾ അതിൻ്റെ വിത്ത് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട്, അതായത് ഓവറായിട്ട് കറണ്ട് വന്നാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ RCBO എന്ന് വിളിക്കുന്നു. ഇനി വാട്ട് ഈസ് ദ റേറ്റിംഗ് ഓഫ് ELCB ഇൻ ലൈറ്റിംഗ് സർക്യൂട്ട്. ഇപ്പോൾ ELCB മാറി RCCBകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് സർക്യൂട്ടുകളിൽ വീടുകളിലൊക്കെ റെസിഡൻഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നതിൽ 30 mA വേണം അവിടുത്തെ റേറ്റിംഗ് ഉപയോഗിക്കാൻ.
ഈ 100 മില്ലി ആംസിൻ്റെ അവൈലബിൾ ആണ്, 300ൻ്റെയൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതൊക്കെ ഇൻഡസ്ട്രിയൽ പർപ്പസിനായിരിക്കും നമ്മൾ 100ഉം 300ഉം ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ഞാനിത് വേറെ വീഡിയോയിലും പറഞ്ഞിരുന്നു, നമുക്ക് ഷോക്ക് അടിച്ചാൽ ഒരു ഡെഡ്ലി ആവാനുള്ള സാധ്യതയും 30 മില്ലി ആംസിന് മുകളിൽ പോയാൽ ഭയങ്കര ഡെഡ്ലി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പക്ഷം നമ്മളത് താഴെ ഉള്ള കറണ്ടിൽ ട്രിപ്പാക്കുന്നൊരു ഒരു സംവിധാനം വേണം ഉപയോഗിക്കാൻ. അതുകൊണ്ട് ലൈറ്റിംഗ് സർക്യൂട്ടിൽ 30 മില്ലി ആംസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മോട്ടർ പോലത്തെയുള്ള സർക്യൂട്ടുകൾ വരുമ്പോൾ 30 മില്ലി ആംസ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പർപ്പസിലൊക്കെ ഉപയോഗിക്കുന്നതിൽ പെട്ടെന്ന് മോട്ടർ സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കുമ്പോൾ അത് എർത്ത് ഫാൾട്ടാന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും ട്രിപ്പാകാൻ നോയ്സിൻ സ്ട്രിപ്പിംഗ് എന്നുള്ളൊരു സംഭവം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ അവിടെ 100 മില്ലി ആംസും 300ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നിരുന്നാലും ഈ നമ്മുടെ ലൈറ്റിംഗ് സർക്യൂട്ടിലും 30 ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇൻവെർട്ടർ? അപ്പോൾ ഇൻവെർട്ടർ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വീട്ടിൽ നമ്മൾ ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന കറണ്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ലോഡുകൾ, അതായത് ലൈറ്റ്, ഫാൻ അങ്ങനെ മുതലായ സാധനങ്ങൾ ഓടിക്കാൻ വേണ്ടിയാണ് ഇൻവെർട്ടർ പൊതുവെ വീട്ടിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇൻവെർട്ടർ എന്താ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു ബാറ്ററി ഉണ്ട്, 1 or 2 ഡിപ്പെൻസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബാറ്ററീസ് ഉണ്ടാവും. പിന്നെ ഒരു ഇൻവെർട്ടർ എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻ്റ് ഉണ്ടാവും. എന്നിട്ട് അത് നമ്മുടെ സർക്യൂട്ടുകളായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ സംഭവിക്കുന്ന വേറെ ഒന്നുമല്ല, കറണ്ട് ഉള്ള സമയത്ത് അത് എന്ത് ചെയ്യും, എനർജി സ്റ്റോർ ചെയ്യും, DC ആയിട്ട് സ്റ്റോർ ചെയ്യും ബാറ്ററിയുടെ അകത്ത്. അത് കഴിഞ്ഞ് ഇൻവെർട്ടർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉപയോഗം യഥാർത്ഥമായിട്ട് വരുന്നത് കറണ്ട് പോകുമ്പോഴത്തേക്കും ആ DC വലിച്ചെടുത്തിട്ട് അവനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആക്കി, അതായത് DC കറണ്ട്, ഡയറക്റ്റ് കറണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആക്കിയിട്ട് നമ്മുടെ ലോഡുകളിലേക്ക് കൊടുക്കുന്ന വഴിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൺവേർട്സ് DC to AC ഓപ്ഷൻ ഫസ്റ്റ് തന്നെയാകുന്നുണ്ട്. അതാണ് ഇതിലെ കറക്റ്റായിട്ടുള്ള ഉത്തരം. AC to DC ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾ ദ അബവ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരുത്തായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ചാർജിങ് ആവുന്ന ടൈം, അതായത് ബാറ്ററി ചാർജിങ് ആവുന്ന സമയത്ത് AC DC ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇൻവെർട്ടർ എന്നൊരു സ്പെസിഫിക്കലി ഒരു സാധനത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ DC AC ആക്കുന്നതാണ്. അതാണ് അതിൻ്റെ മീനിങ്. ഇൻവെർട്ട് ചെയ്യുക, അതിനെ തല തിരിച്ചു വിടുക. അതായത് നേരെ പോകുന്ന വരെയാണ് DC എങ്കിൽ അതിനെ തല തിരിക്കുന്നൊരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു സൈൻ വേവോ സ്ക്വയർ വേവോ ആക്കുന്നൊരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഇത് ഇൻവെർട്ടറിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ഓപ്ഷൻ എ. ഒരു ചോദ്യം കൂടി ചോദിക്കും, വിച്ച് ഓഫ് ദ ലാമ്പ് ഈസ് ദ മോസ്റ്റ് എനർജി എഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. അത് താഴെ പറഞ്ഞതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് ഏറ്റവും ഊർജ്ജക്ഷമതയുള്ള ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇൻകാൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ബൾബ്, ഫ്ലൂറസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂബ് പഴയ ട്യൂബ്, സ്റ്റാർട്ടറൊക്കെയുള്ള ട്യൂബ്, CFL അറിയാലോ, അതും പണ്ട് യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന LED ആണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താം. അപ്പോൾ ഇൻകാൻഡൻസിൻ്റെ ഒരു എക്സാമ്പിൾ ഇതിൻ്റെ കുറച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ലൈറ്റിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒരു പ്ലേലിസ്റ്റ്, ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ടേംസ് എന്നൊക്കെ പറയാം. ഞാൻ അതിൻ്റെ ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് തരാം. ഓരോ ബൾബും ഇത്ര ലൂമൻസ്, അതായത് ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റ് ഇത്ര ലൂമൻസ് തരുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിനെ ലൂമൻസ് എന്നാണ് വിളിക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റിനെ ലൂമൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഇൻകാൻഡൻസൺ ലാമ്പിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കണം. 40 വാട്ടിൻ്റെ ഇൻകാൻഡൻസൺ ലാമ്പ് 450 ലൂമൻസ് തരുമ്പോൾ, അതേ സമയത്ത് നമുക്ക് CFL ഇതേ ലൂമൻസ്, ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റ് തരാൻ CFL വെറും 9 വാട്ടാണ് ഉപയോഗിക്കുന്നത്. അതേ സ്ഥാനത്ത് LED വെറും 7 വാട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ വളരെ ക്ലോസ് റേഞ്ചാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ 1600 ലൂമൻസ്, നമ്മുടെ 4ാമത്തെ കോളത്ത് നോക്കി 1600 ലൂമൻസ്, അതായത് കുറച്ചും കൂടി കൂടുതൽ വെട്ടം വേണ്ട സ്ഥലത്ത് നമ്മൾ 100 വാട്ടിൻ്റെ ബൾബ് ഇൻകാൻഡൻസൺ ലാമ്പ് ഉപയോഗിക്കുമ്പോഴാണ് അത്രയും കിട്ടുന്നത്. അപ്പോൾ CFL 23 വാട്ട് ഉപയോഗിച്ചാൽ മതി, LED 20 വാട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എത്ര വാട്ട്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് എനർജി എഫിഷ്യൻ്റ് ആണ്, ഊർജ്ജം അത്രയും കുറച്ച് മതി, അതേ ലൈറ്റ് തരുന്നുമുണ്ട്, കുറച്ച് ഊർജ്ജം പറഞ്ഞ ലൈറ്റ് തരണമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ LED ആണല്ലോ, ഈ 4 കമ്പാരിസണിൽ നിന്ന് LED ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന LED ആണ് ഏറ്റവും എനർജി എഫിഷ്യൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ D നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ D ആണ് ഇതിലെ കറക്റ്റ് ആൻസർ.